നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഒരു ബേക്കിംഗ് ക്ലാസ് ആണ്. ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ കേക്കിന്റെ മുകളിൽ ഫ്ലവർ ചെയ്യാനായിട്ട്, അതായത് ഫ്ലവർ നെയിൽ വെച്ചിട്ട് ഫ്ലവർ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൊച്ചു ക്ലാസ് ആണ്. ഒരുപാട് പേര് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവർ നെയിൽ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കി കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും നിങ്ങൾക്കറിയാലോ, എൻ്റെ കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്ക് പൈപ്പിംഗ് ബാഗ് പിടിച്ച് പ്രസ് ചെയ്ത്, തണുത്ത പൈപ്പിംഗ് ബാഗ് പിടിച്ച് പ്രസ് ചെയ്തിട്ടൊക്കെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈ എനിക്ക് നിവർത്താനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ പിന്നെ മോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മോൾക്ക് പറഞ്ഞു കൊടുത്ത് മോളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അവൾ ഒരുവിധം ഇപ്പോൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് മോൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിട്ട് ഒരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൂടാതെ നോസിൽ എങ്ങനെയാണ് പൈപ്പിംഗ് ബാഗിൽ വെക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എല്ലാം കൂടെ ചെറിയൊരു ക്ലാസ് പോലെ എടുക്കാം. പിന്നെ അത് മാത്രമല്ല, ഫ്ലവർ നെയിൽ ഇല്ലാത്തവർ, ഇപ്പോൾ എല്ലാവർക്കും ഫ്ലവർ നെയിലൊന്നും കിട്ടണമെന്നില്ല. അപ്പം വീട്ടിലുള്ള നമ്മളെ സാധനങ്ങളൊക്കെ വെച്ച് ചെറിയ രീതിയിൽ ഒരു ഫ്ലവർ നെയിൽ നമുക്ക് എങ്ങനെ തട്ടിക്കൂട്ടാമെന്നും അത് വെച്ച് നമുക്ക് ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്നും കൂടെ കാണാം. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പായിരിക്കണം നമ്മളെപ്പോഴും ഇതുപോലെ ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മോളെ വിളിക്കട്ടെ. അപ്പോൾ നമ്മൾ ക്രീം അടിച്ചിട്ട്, അപ്പോൾ നമുക്കിനി ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് ക്രീമാണ് എടുക്കുന്നത്. ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ബീറ്റർ ഉപയോഗിച്ചിട്ടും വിസ്ക് ഉപയോഗിച്ചിട്ടും എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും ലൂസായി പോകരുത്, ഓവർ ബീറ്റായി പോകാനും പാടില്ല. അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ബീറ്റായിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കോരുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ കോരിയെടുക്കാൻ പറ്റും. ഒന്ന് കട്ട് ചെയ്തിങ്ങനെ എടുക്കാൻ പറ്റണം. അതാണ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് തടവുന്ന സമയത്ത് അതിൽ ഹോൾസ് ഒന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ തന്നെ ഉണ്ടായിരിക്കണം ക്രീം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഫ്ലവേഴ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗ് എടുക്കുകയാണ്. ഇതിപ്പം ഓൺലൈനായിട്ട് വാങ്ങിച്ച പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സൈസ് പലതരത്തിലുള്ള സൈസ് ഉണ്ട്, വലുതുണ്ട് ചെറുതുണ്ട്. ഇപ്പോൾ ഫ്ലവറൊക്കെ ചെയ്യാൻ എടുക്കില്ല, അപ്പോൾ അതുകൊണ്ട് ചെറുതാണ് എടുക്കുന്നത്. പിന്നെ ഇതാണ് കപ്ലർ. നമ്മളിപ്പോൾ പൈപ്പിംഗ് ബാഗ് നോസിൽ ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണിത്. അത് ആരോഗ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ഇതിപ്പം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൈപ്പിംഗ് ബാഗിൽ വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കപ്ലർ ഉണ്ടെങ്കിലത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരേ ക്രീം വെച്ച് തന്നെ പല ഡിസൈൻസ് ചെയ്യണമെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് നോസിൽ മാറ്റിയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കപ്ലർ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അതാവുന്ന സമയത്ത് നമ്മൾ നോസിൽ മാത്രം മാറ്റിയിട്ടാൽ മതി, ക്രീമൊന്നും എടുത്ത് മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം കപ്ലർ ഇല്ലാണ്ട് വെക്കാനാണെങ്കിൽ ഇതിവിടെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ആ നോസിൽ ഇറക്കി വെച്ച് ഒരു സ്റ്റൈൻ്റെ ഉള്ളിലേക്ക് ക്രീം അങ്ങ് നിറച്ചൊന്ന് ടൈറ്റാക്കി കെട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് കപ്ലറിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് അതിൻ്റെ അറ്റം അങ്ങ് പിടിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഹോളുമായി പോകരുത്, ചെറുതുമായി പോകരുത്. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ പൈപ്പിംഗ് ബാഗ് വെച്ച് ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചിലപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും ഇളകി ആ തുളയിൽ കൂടി ഇങ്ങ് പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലുതാകാതെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഏത് നോസിലാണോ വേണ്ടത് അത് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാൻ പോവാണല്ലോ, അപ്പോൾ ഓരോ പെറ്റിലും ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു നോസിലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പല സൈസിൽ അവൈലബിൾ ആണ്. ഇതിപ്പം ഒരു മീഡിയം സൈസാണ്, ഒരുപാട് വലുതുമല്ല ചെറുതും അല്ലാത്തൊരു വലുതാണ്. ഒരു സൈഡിൽ വീതി കൂടുതലും ഒരു സൈഡിലേക്ക് വീതി കുറഞ്ഞിട്ടുമാണ്. നമ്മളിപ്പം ഗോപി പൊട്ടൊക്കെ തൊടൂലേ പണ്ടൊക്കെ, അത് ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു നോസിലിരിക്കുന്നത്. ഇത് നമുക്ക് കപ്ലറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് കപ്ലറിൻ്റെ ഈ ഒരു പോർഷൻ വെച്ച് നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്യാം. കപ്ലറും പല സൈസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോസിലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നോസിലിൻ്റെ കൂടെ തന്നെ ആ കപ്ലറും വാങ്ങിക്കുകയായിരിക്കും നല്ല. കാരണം വലിയ നോസിലിന് വലിയ കപ്ലറുണ്ട്, ചെറിയ നോസിലിന് ചെറിയ കപ്ലറും കിട്ടും വാങ്ങാനായിട്ട്. അപ്പം ഈ നോസിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറെ നോസിൽ ഇടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു പോർഷൻ മാത്രം അങ്ങ് അഴിച്ച് അടുത്ത നോസിൽ വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വേറെ ഡിസൈൻ ചെയ്യാം. സെയിം കളറുള്ള ക്രീം കൊണ്ടാണ് ചെയ്യേണ്ടതെങ്കിൽ വലിയ ഉപകാരമുള്ളൊരു കാര്യമാട്ടോ അത്. ഇപ്പോൾ ഇതുപോലെയാണ് നോസിൽ നമ്മൾ കപ്ലർ ഇല്ലാണ്ട് ഇടുന്നത്. നന്നായിട്ട് ക്രീം നിറച്ചിട്ട് ടൈറ്റാക്കി അങ്ങ് ക്രീം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ നമ്മുടെ പെറ്റൽ ചെയ്യാനുള്ള നോസിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ്.
നമുക്കൊരു എളുപ്പത്തിന് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചെടുക്കാം. ഇപ്പം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വിടർത്തി പിടിച്ച് അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം എന്നിട്ട് പതുക്കെ അങ്ങ് കുലുക്കി ആ ഒരു പൈപ്പിംഗ് ബാഗ് അങ്ങ് പൊക്കിയാൽ മതി. പൊക്കിയിട്ട് നന്നായിട്ട് അങ്ങ് ടൈറ്റ് ചെയ്യുക. അങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെ ഉള്ളിൽ എയർ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ നോക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഞെക്കി കൊടുത്തിട്ട് അറ്റത്തോട്ട് കെട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിരലിന് ചുറ്റി അങ്ങ് പിടിച്ച് ടൈറ്റാക്കി പിടിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി വെച്ചാലും മതി. പിന്നെ നമ്മൾ എപ്പോഴും പൈപ്പിംഗ് ബാഗ് പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു ഏരിയയിൽ അധിക സമയം ഇങ്ങനെ കൈ പിടിച്ച് ചെയ്യാതിരിക്കുകയാണ് ശ്രദ്ധിക്കണം. കാരണം ഈ നമ്മുടെ കയ്യിലെ ചൂട് കൊണ്ട് ക്രീം അങ്ങ് പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഒക്കെ പെറ്റൽസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള നോസിലാണിത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെലിഞ്ഞിരിക്കുന്ന ആ ഭാഗം മുകളിലോട്ടായിട്ടാണ് പിടിക്കേണ്ടത്, വീതിയുള്ള ഭാഗം അടിയിലും. ഗോപി എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ പിടിച്ചിട്ട് ചെയ്യാം. ഇതാണ് ഫ്ലവർ നെയിൽ. ഇതിപ്പോൾ പല സൈസിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ അത്യാവശ്യം വലുത്, തീരെ ചെറുതാകുമ്പോൾ നമുക്ക് പിടിച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളതാണ്. നമുക്ക് ഫ്ലവർ ചെയ്യാം. അപ്പം അതിന് വേണ്ടി അതിനൊരു കളർ കൊടുക്കണ്ടേ, അപ്പോഴല്ലേ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് പർപ്പിൾ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. പർപ്പിൾ കളർ ആവശ്യത്തിന് ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം അത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഒരു ഡബിൾ ഷെയ്ഡ് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗിൻ്റെ നോസിലിൻ്റെ മെലിഞ്ഞ പോർഷൻ ഉണ്ടല്ലോ, മെലിഞ്ഞ പോർഷനല്ലേ മുകളിൽ വരുന്നത്. അപ്പോൾ ആ പോർഷനിൽ നമുക്ക് നോസിൽ തൊട്ട് പൈപ്പിംഗ് ബാഗ് ഫുള്ളായിട്ട് നമുക്ക് ഏത് കളറാണോ ഷെയ്ഡ് വരേണ്ടത് ആ കളർ കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കാം. അതുപോലത്തെ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരയ്ക്കാം, അല്ലാതെ കുറച്ചുകൂടെ വലിയ സ്ക്വയർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരച്ചു കൊടുക്കാം. കളറ് അത് സ്ക്വയറിലാക്കിയതിന് ശേഷം പതുക്കെ ഇങ്ങ് വരച്ചു കൊടുത്താൽ മതി. അത് വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മെലിഞ്ഞ ആ പോർഷനിൽ തന്നെ വരയ്ക്കണം. എങ്കിൽ മാത്രമേ മുകളിൽ ആ ഒരു ഷെയ്ഡ് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഷെയ്ഡ് അടിയിലായി പോകും. ഇനി ക്രീം ആക്കാനായിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് കളർ ചേർത്താലും മതി കേട്ടോ. ഇതുപോലെ കളർ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ കൊടുത്തത് പർപ്പിൾ കളർ തന്നെയാണ്. അപ്പോൾ ആ പർപ്പിൾ കളർ ഡാർക്ക് കളറും ലൈറ്റ് ഷെയ്ഡും ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കൂട്ടിപ്പിടിക്കാം. ഇനി നമുക്ക് ഫ്ലവർ നെയിലിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലവർ നെയിലിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് അതിന് നല്ലൊരു ബേസ് ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് ബേസ് ഉണ്ടാക്കിയാലേ നമുക്ക് ഫ്ലവർ നല്ല ഭംഗിയായിട്ട് ആ ബേസിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഡയറക്റ്റായിട്ട് എടുത്ത് കേക്കിൻ്റെ മുകളിലേക്ക് എളുപ്പത്തിൽ വെക്കാനും പറ്റുള്ളൂ. നമ്മളെപ്പോഴും നോക്കുമ്പോൾ റോസിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചുരുണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം അത് ചെയ്യാനായിട്ട് ആദ്യം നടുഭാഗത്തായിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. നമ്മൾ ഇടത് കൈ കൊണ്ട് പതുക്കെ ആ ഫ്ലവർ നെയിൽ അങ്ങ് തിരിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ റാ എഴുതുന്ന പോലെ വരച്ചു കൊടുക്കുക. അത് എപ്പോഴും ആ മെലിഞ്ഞിരിക്കുന്ന പോർഷനാണ് മോൾ ഭാഗത്ത് വരേണ്ടത്. അങ്ങനെ അങ്ങ് റാ പോലെ വരച്ചു കൊടുക്കുകയാണ്. ആ റാ ആദ്യത്തെ റാ കഴിഞ്ഞ് അടുത്തത് വരയ്ക്കുന്നത് ആദ്യം വരച്ചതിൻ്റെ നടുഭാഗത്ത് ഏകദേശം സെൻറ്റർ പോർഷനിൽ വേണം തുടങ്ങാനായിട്ട്. പിന്നെ നമ്മളത് ചെയ്യുമ്പോഴാണേലും അറ്റത്ത് കൊണ്ടുപോയി മുട്ടിച്ചു കൊടുക്കണം. താഴെ കൊണ്ടുപോയി ഒന്ന് മുട്ടിച്ചേച്ച് വേണം അടുത്ത് തുടങ്ങാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ നീളത്തിൽ എങ്ങനെ ഇരിക്കും. ആ റാ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം അടുത്ത റാ വരച്ചു കൊടുക്കുക. അങ്ങനെ ഈ റാ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. കണ്ട അടുത്തത് വരയ്ക്കുമ്പോൾ നടുവിൽ നിന്നാണ് തുടങ്ങുന്നത്. നടുവിൽ നിന്ന് ഒരു റാ, അടുത്തതും നടുവിൽ നിന്ന് ഒരു റാ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് ഈ നോസിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ക്രീം ഇങ്ങനെ ഇരിപ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു വൃത്തിയായിട്ട് കിട്ടില്ല. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്യാനായിട്ട്. ചെയ്ത് തന്നെ ശരിയായിക്കോളും. ഇതിപ്പോൾ ചെറിയ പൂ വേണമെങ്കിൽ ഇത് വരച്ച് നിർത്താം. ഇനി കുറച്ചുകൂടെ വലുതാക്കണമെങ്കിൽ ഇനിയും നമ്മളിതിൻ്റെ ചുറ്റിനുമായിട്ട് തന്നെ ഇങ്ങനെ വരച്ചങ്ങ് പോയാൽ മതി. അതാകണ്ട ഇടയ്ക്കൊന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. നോസിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ക്രീം ഇരിക്കും. അപ്പോൾ അടുത്ത് വെക്കുമ്പോൾ അത് ആ ഫ്ലവറിൻ്റെ മേലെ പറ്റി പിടിച്ചിരിക്കും. ഇത്രയും മതിയെങ്കിലും ഇവിടെ വെച്ചും നിർത്താം കേട്ടോ. ഏതാണോ ഇഷ്ടം അത്ര നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വലുപ്പത്തിന് നമുക്ക് പൂ ചെയ്തെടുക്കാൻ പറ്റും. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അറ്റത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. മോളിപ്പം കുറച്ച് വലിയ പൂവാട്ടോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് വലിയ പെറ്റൽസ് വരച്ചു കൊടുക്കുകയാണ്. അവസാനത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ പെറ്റൽസിൻ്റെ നീളം അങ്ങ് കൂട്ടി കൊടുക്കണം. ആ റാ വരയ്ക്കുന്നതിൻ്റെ നീളം അങ്ങ് കൂട്ടി കൊടുത്താൽ മതി.
അതെ, അത് മതി. ഇപ്പം നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ബേസ് അവിടെയും ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് നമുക്കത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതിപ്പോൾ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കുകയാണ്. കുറച്ച് നല്ലപോലെ ക്രീം ആക്കണേ. ഇനി നമുക്ക് പതുക്കെ ഈ ഫ്ലവർ ഒരു സിസേഴ്സ് വെച്ചിട്ട് എടുക്കാം. നമുക്ക് ഈ ഫ്ലവർ എടുക്കാനായിട്ട് ഇതുപോലത്തെ സിസേഴ്സ് പോലത്തെ ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ എടുത്തു വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുള്ള കത്രിക തന്നെ വെച്ച് എടുത്തു വെക്കാവുന്നതേ ഉള്ളൂ. സാധാരണ കത്രിക തുറന്ന് പിടിച്ച് അത് അതിനടിയിലോട്ട് കയറ്റി ഫ്ലവർ പതുക്കെ അങ്ങ് പൊക്കി കൊടുക്കുക. ക്രീം ആക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആ കത്രിക അങ്ങനെ തന്നെ പതുക്കെ ഇങ്ങോട്ട് ബാക്കോട്ട് വലിച്ചാൽ മതി. ഇനി ഇത് ഓപ്പൺ ആയിരിക്കുന്ന പൂവല്ലേ, നമുക്ക് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന പൂവ്, അതായത് നമ്മളിപ്പോൾ വിരിഞ്ഞ് വരുന്ന പൂവ് ഒക്കെ ഇല്ലേ, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ആ ഒരു ചെറിയ കുനിപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഈ നോസിൽ പിടിക്കുന്ന പൈപ്പിംഗ് ബാഗ് പിടിക്കുന്ന ഇച്ചിരി അങ്ങോട്ട് ഉള്ളോട്ടാക്കി പിടിച്ചേച്ച് റാ വരച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. മോൾ ഭാഗം ശകലം ഒന്ന് ഉള്ളോട്ടാക്കി പിടിക്കുക, എന്നിട്ട് ഒന്ന് റാ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഉള്ളോട്ടായിട്ടുള്ള അടഞ്ഞിരിക്കുന്ന തരത്തിലുള്ള പൂവ് കിട്ടും. ഇതാ ഇപ്പം ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പൂവ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ വെച്ചതുപോലെ തന്നെ എടുത്ത് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ മുകളിലല്ല, നമ്മുടെ ബോർഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സിസേഴ്സ് പോലെ തന്നെ ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്ക് കൊണ്ടും എടുത്ത് വെച്ച് കൊടുക്കാം. ഫോർക്ക് പതുക്കെ ഈ ഫ്ലവറിൻ്റെ അടിയിലോട്ട് കയറ്റി കൊടുക്കുക. അടിയിലോട്ട് കയറ്റി പതുക്കെ ഒന്ന് പൊക്കുക. പൊക്കി കഴിഞ്ഞതിന് ശേഷം ആ കേക്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ബേസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് പതുക്കെ ഒന്ന് വലിച്ചെടുത്താൽ മതി. വലിക്കുന്ന സമയത്ത് ആ ഫോർക്ക് പതുക്കെ ഒന്ന് താഴോട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം വലിക്കുക. അതിനാണ് ആ ബേസ് അവിടെ നമ്മൾ ആക്കി കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വലിക്കുമ്പോഴത്തേക്കും കേക്കിൻ്റെ മുകളിൽ തട്ടിപ്പോവും. യെല്ലോ കളർ ചെയ്യാണ്. അപ്പോൾ യെല്ലോ കളർ ചെയ്യാനായിട്ട് കുറച്ച് ക്രീമിൽ യെല്ലോ കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഒരു റെഡ് ഷെയ്ഡും കൂടെ കൊടുക്കാൻ പോവാണ്. സൈഡിൽ റെഡ് ഷെയ്ഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. യെല്ലോ ക്രീമും കൂടെ പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കട്ടെ. നല്ലൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. യെല്ലോയും റെഡും കൂടെ വരുമ്പോഴത്തേക്കും ആ ഒരു ഓറഞ്ചും യെല്ലോയും കൂടെ ഒക്കെ ഉള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. നമ്മളിപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പം കുറച്ചൊരു പേടിയുണ്ടാവും. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ആ ബേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് കുറച്ച് കൂടുതലായിട്ട് ബേസ് വെച്ചതിന് ശേഷം ഇതങ്ങ് ചെയ്താൽ മതി. അപ്പോൾ പ്രശ്നമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബേസ് ഉണ്ടാക്കുമ്പോൾ പൂവിൻ്റെ പുറത്തോട്ടൊക്കെ വന്ന് പോകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് നമ്മുടെ സാധാരണ നോസിൽ വെച്ച് പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമ്മൾ ഇതേപോലെ ബോർഡിൻ്റെ മുകളിലേക്ക് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കട്ടെ. ഫോർക്ക് കൊണ്ട് എടുക്കുക, ബേസിൻ്റെ മുകളിലേക്ക് വെച്ച് പതുക്കെ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് ബാക്കോട്ട് വലിച്ചെടുക്കുക. നമ്മളത് വെക്കുന്ന സമയത്ത് തോന്നും, അത് ഉണ്ടാക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ല. വെക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ആയിപ്പോയാൽ ആകെ കുളമായി പോവില്ലേ കേക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ബേസ് കുറച്ച് വലുതായിട്ടുണ്ടാക്കിയ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ സൈഡിൽ വരച്ചു കൊടുക്കാതെ നമുക്ക് റെഡ് കളർ ഫുള്ളായിട്ട് അങ്ങ് പൈപ്പിംഗ് ബാഗിലേക്ക് അങ്ങ് ആക്കി നന്നായിട്ട് കൈ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്ത് എല്ലായിടത്തും അങ്ങ് ആക്കിയതിന് ശേഷം വൈറ്റ് ക്രീം അങ്ങ് നിറച്ചു കൊടുത്താലും മതി. ആ ഒരു റെഡും വൈറ്റും ആ ഒരു ഗ്രേഡിയൻറ്റ് കളറിൽ നമുക്കൊരു ഫ്ലവർ കിട്ടും. അതും അതേപോലെ തന്നെ ചെയ്യാണ്. ഇപ്പം മൂപ്പര് ഭയങ്കര ഉഷാറിലാണ് കേട്ടോ. കാരണം ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ക്രീം എടുത്ത് വിപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് നോക്കുക. കേക്ക് ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതി. കുറച്ച് കൂടുതൽ ഒരു 1/4 കപ്പ് ക്രീം എക്സ്ട്രാ എടുത്തിട്ട് ഒരു 2-3 ഫ്ലവർ ചെയ്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സെയിലൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ഇതുപോലെ വിപ്പ് ചെയ്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് പഠിച്ചതിന് ശേഷം കേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പലരും നല്ല ഭംഗിയായിട്ട് കേക്ക് ചെയ്തിട്ട് ഈ ഫ്ലവർ ഒരു പെർഫെക്ഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അതൊരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വേണം കൊടുക്കാനായിട്ട്. ആ ഒരു നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ബിസിനസ്സിന് അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ കേക്കുകൾ തന്നെയാണ് നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കിട്ടുന്നവരൊക്കെ എന്തായാലും എടുത്ത് അതവർ സ്റ്റാറ്റസ് ഇടുകയോ വാട്സപ്പിൽ അയക്കുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇടുകയോ ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് കണ്ടാണ് ആൾക്കാർ നമ്മളിലേക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പെർഫെക്ഷനിൽ തന്നെ ചെയ്ത് പുറത്തേക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് കുറച്ച് ക്രീം ഒന്ന് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളതൊന്ന് പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഒക്കെ ശരിക്കും ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. വരയ്ക്കാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് എൻ്റെ മോള്. റെക്കോർഡൊക്കെ വരയ്ക്കാനാണെങ്കിലും ശരിക്കും നല്ലപോലെ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഇപ്പം വരയ്ക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം അങ്ങനെ ഉള്ള
ഒരാൾക്കും ഇത്രയും നല്ലോണമൊക്കെ ചെയ്യാൻ കഴിയുന്നില്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണത്. നമ്മൾ പറയില്ലേ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന്. പ്രാക്ടീസ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു റെഡ് വൈറ്റ് ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിപ്പോൾ എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ ഒരു സൈഡ് മാത്രം വരച്ചു കൊടുത്ത് ആ ഒരു സൈഡിൽ മാത്രം ഷെയ്ഡ് വരുന്ന തരത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഒരു ടീനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പതുക്കെ കത്രിക കൊണ്ട് എടുത്ത് പൊക്കി അതിൻ്റെ മുകളിലേക്ക് വെച്ച് പതുക്കെ കത്രിക വലിക്കാം. അപ്പോൾ അത് അതേപോലെ ബ്ലൂ കളറാക്കണം എന്ന് പറഞ്ഞ് ബ്ലൂ കളറാക്കിയിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ വിപ്പിംഗ് ക്രീമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഉഷാറിൽ ചെയ്യുന്നുണ്ട്. ബ്ലൂ ഫ്ലവറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫ്ലവർ നെയിൽ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, ഇത് ഫ്ലവർ നെയിൽ ഇപ്പോൾ എല്ലായിടത്തും ഒക്കെ ഒന്നും കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ആണി ഉണ്ടാവുമല്ലോ, ആണി ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. ഇനി കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഷീറ്റോ, അല്ലെങ്കിൽ ഇതിപ്പോൾ കാർഡ്ബോർഡിൻ്റെ പീസാണ്, സ്ക്വയർ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നടുക്കായിട്ട് പതുക്കെ അങ്ങ് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുക. ഇതിപ്പം അത്ര വലിയ നീളമുള്ള ആണിയൊന്നുമല്ല, അത് കുറച്ച് നീളമുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതിപ്പം അവിടെ ഇരുന്നോളും, ഒന്നും ആവില്ല. ഇതിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല, അതിൻ്റെ മുകളിലോട്ട് തന്നെ ഫ്ലവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് നേരമായി ബ്ലൂ കളർ ആക്കി വെച്ചിട്ട്, അപ്പോൾ അത് ആണിയൊക്കെ എടുക്കാൻ പോയ സമയത്ത് ഇത് കുറച്ച് സമയമായി ഇത് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടെക്സ്ചർ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നേരത്തെ കൂടുതലായിട്ട് പൈപ്പിംഗ് ബാഗിൽ നിറച്ച് വെക്കരുത്, ആവശ്യത്തിന് മാത്രം ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോൾ ഇത് പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോൾ കേക്കിൻ്റെ മുകളിൽ വെക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഫ്ലവർ നെയിൽ വെച്ച് ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അതേ ഒരു പെർഫെക്ഷനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് ആയിട്ടുണ്ട്. ആ ടെക്സ്ചർ ഒന്ന് മാറിയിട്ട് ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലീഫ് ചെയ്യാം. ലീഫ് ഇപ്പോൾ ഫ്ലവർ ആകുമ്പോൾ ലീഫ് വേണമല്ലോ. അപ്പോൾ ലീഫ് ചെയ്യാനായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളർ ചേർത്ത് കൊടുക്കുകയാണ്. കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ലീഫ് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വെട്ടി ഇറക്കിയതുപോലെ ഒരു കട്ടിങ് ഉണ്ട്, നടുവിൽ ചെറിയൊരു കട്ടിങ്ങും ആണുള്ളത്. ഇതിപ്പം ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളതാട്ടോ. അതിന് പല സൈസിലുള്ളതുണ്ട്, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ളതാണ്. അതിലാണ് ചെയ്യുന്നത്. അത് ഒന്നുമില്ല, ചെയ്യാനായിട്ട് നമ്മൾ ഉള്ളിലോട്ട് വെച്ച് പ്രസ് ചെയ്ത് അങ്ങ് വലിക്കുകയാണ്. അപ്പോൾ എത്ര വലിപ്പം വേണം, ചെറുത് മതിയെങ്കിൽ ഒറ്റ പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചാൽ മതി. കുറച്ച് നീളത്തിലുള്ളതാണ് വേണ്ടതെങ്കിൽ 2 or 3 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്തങ്ങ് വലിച്ചു കൊടുക്കുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നമുക്ക് കാണുന്നത് പോലെ തന്നെ ഈസിയാണ് ചെയ്യാനായിട്ട്. നോസിലപ്പോൾ പരത്തിയിട്ടാണ് കേട്ടോ പിടിക്കുന്നത്. അവളങ്ങ് ഇൻട്രസ്റ്റ് കയറി കുറേ ലീഫ് വരയ്ക്കുന്നുണ്ട്. ഇപ്പം നിറച്ചും വേണമെങ്കിൽ നിറച്ചും ലീഫ് വരച്ചു കൊടുക്കാം. അപ്പം അത് ഈ ഒരു ഷേപ്പിലുള്ള ഒരു ലീഫ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അങ്ങനെയുണ്ട് കാണാനായിട്ട്. ലീഫും കൂടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ട്. അയ്യോ, ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ചെയ്താട്ടോ പഠിക്കുന്നത്. അതേപോലെ ഇപ്പൊ മോള് ഭയങ്കര സന്തോഷത്തിലാണ്. ഇവിടെ കട തുള്ളിച്ചാടിയായിരുന്നു, തലകുത്തി മറിയായിരുന്നു. ഇത്രയും ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഫ്ലവേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. നന്നായിട്ട് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്കിനി അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.